അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹ കൂട്ടുകാരെ, മലയാളത്തിന്റെ മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ നോവും നൊമ്പരവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിനകം നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ന സഹോദരൻ. എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എന്ന് വേണ്ട അതിനൂതന സാങ്കേതിക സൗകര്യങ്ങളുള്ള സജ്ജീകരണങ്ങളുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് അർജുൻ്റെ ജീവന്റെ തുടിപ്പ് കണ്ടെത്താനുള്ള കഠിനാധ്വാനത്തിലും പരിശ്രമത്തിലുമാണ് നാം ഈ സംസാരിക്കുമ്പോഴും ദൗത്യസംഘം. അള്ളാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ജീവൻ തിരിച്ചു ലഭിക്കണമേ തമ്പുരാനെ. ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കണമേ തമ്പുരാനെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനകളാണ് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോ. കാരണം ഏതൊരു സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം അത് തുറന്നെടുക്കുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാവരും ജിജ്ഞാസയോടുകൂടി കൗതുകപൂർവ്വം അതല്ലെങ്കിൽ അതിലേറെ ആശങ്കയോടെയും വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയൊക്കെ നോക്കിക്കാണുന്നത് അർജുൻ്റെ ജീവൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ലോറിയുടെ ലൊക്കേഷൻ അതായത് എവിടെ നിന്ന് കണ്ടെത്തിയിട്ട് പോലും അർജുൻ്റെ സ്ഥിതി എന്തെന്ന് അറിയാതിരിക്കുന്നിടത്തോളം കാലം വല്ലാത്തൊരു വിഷമവും വലിയൊരു പ്രയാസവും തന്നെ. കേവലം കുടുംബത്തിന് മാത്രമല്ല, ഇത് കേൾക്കുന്ന മാനവികത ഉള്ളിലുള്ള ഓരോരുത്തരുടെയും വികാരം ഇതൊക്കെ തന്നെയാണ്. അതിനു വേണ്ടി മതം നോക്കാതെ ജാതി നോക്കാതെ ഓരോരുത്തർ അവരുടേതായ രീതിയിലും ഭാഷയിലും ശൈലിയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥന വിഫലമാകില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. ജീവൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വാക്യം, അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്. ഓരോ സൃഷ്ടിയും സത്യത്തിൽ അള്ളാഹുവിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കുടുംബമാണ് എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ താല്പര്യം അള്ളാഹുവിന് മക്കളുണ്ടെന്നാണോ അല്ലെങ്കിൽ കുടുംബക്കാരുണ്ട് എന്ന ചമൽക്കാര സൗരഭ്യ വർത്തമാനങ്ങൾക്കപ്പുറം ജീവൻ്റെ കാര്യത്തിൽ, മാനവികതയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റു തരം സാഹോദര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മളെല്ലാവരും സൃഷ്ടികൾ എല്ലാം ഒരേ വികാരങ്ങളുള്ളവരാണ് എന്ന ഒരു സന്ദേശം തന്നെയാണ് ആ ഒരു പ്രവാചകാധ്യാപനത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ ജീവന് സഹായം അല്ലെങ്കിൽ സഹായ ഹസ്തം നീട്ടുമ്പോൾ ലോകത്ത് ഫക്കന്നമ അഹിയന്നാസജിൻ വല്ലാത്തൊരു വാക്കാണ്. അല്ലെങ്കിലും ഒരാൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അതിപ്രധാനപ്പെട്ട ആരാധന കർമ്മങ്ങളിലൊന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഒരു നിലക്കും ഒരു എക്സ്ക്യൂസും പറയാനാവാത്ത ഒരു സാഹചര്യമാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ളത്. എല്ലാ അർത്ഥത്തിലും ബോധമുള്ള ഓരോ മനുഷ്യനും നിസ്കാരം ഏത് ഘട്ടത്തിൽ നിർവഹിക്കണമെന്നാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് ഏറ്റവും ചുരുങ്ങുന്ന മനസ്സുകൊണ്ടെങ്കിലും പ്രാർത്ഥിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ പക്ഷമെങ്കിൽ, മതത്തിൻ്റെ പക്ഷമെങ്കിൽ ആ ഒരു നിസ്കാരം പോലും ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിന് ഇളവ് നൽകുന്ന ഒരു സാഹചര്യം പണ്ഡിത കർമ്മശാസ്ത്ര വിശാരദന്മാർ വ്യാഖ്യാനം ചെയ്യുന്നത് ഇത്തരമൊരു സന്ദർഭമാണ്. ഉദാഹരണമായി, ഒരാൾ ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അന്ധനോ അല്ലാത്ത ആളോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന വന്ദിക്കപ്പെടുന്ന ഒരു ജീവി, ആ ജീവിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ നിസ്കാരം കളാവുന്നതോ നിസ്കാരം പൂർത്തിയാക്കുന്ന വിഷയത്തിലല്ല അവനിക്ക് ഉത്കണ്ഠയും ആശങ്കയും വേണ്ടത്. മറിച്ച് ആ ജീവൻ നിലനിർത്തുന്ന വിഷയത്തിലാണ് മഹാന്മാർ പഠിപ്പിക്കാൻ. അഥവാ അത്രക്കും പ്രധാനപ്പെട്ടതാണ് ഓരോ ജീവനും എന്നതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട വസ്തുതയും യാഥാർത്ഥ്യവും. നമുക്ക് ആത്മാർത്ഥമായി തന്നെ പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ആ ഒരു പുണ്യ സഹോദരൻ്റെ ജീവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണമേ തമ്പുരാനെ. ആ കുടുംബത്തിന് സമാധാനം നൽകണമേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.